ഹലോ, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾ കോട്ടയത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമായിരുന്നു കോട്ടയത്തെ ഹോസ്റ്റലിൽ. അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. രാവിലെ നല്ല പാലപ്പവും ഗ്രീൻ പീസ് കറിയുമായിരുന്നു ഇന്നലെ രാവിലെ പ്രഭാത ഭക്ഷണമായി ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് ചായ. ഞങ്ങളിന്ന് പോവുക. അമ്മയ്ക്ക് വിഷമമുണ്ട് ഞങ്ങൾ പോകുന്നതിൽ. ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി? എങ്ങനെയുണ്ടായിരുന്നു? ഇത് വീടുറങ്ങി പോവും. ഇനി പോകുമ്പോൾ ഇപ്പോൾ ഒരാളും അനക്കും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ശരി. ഇപ്പം സംസാരിച്ച വ്യക്തിയാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡൻ. ഞങ്ങളെല്ലാവരും അമ്മാന്നും ആൻറ്റീന്നും അമ്മൂമ്മേന്നും എന്നൊക്കെ വിളിക്കുന്നു. ശരിക്കും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നും അതുപോലൊരു മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിന്നും വേണ്ടത്ര രീതിയിൽ നമ്മളെ പരിഗണിക്കുകയും അതുപോലെ ശകാരിക്കുകയും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തരികയും എന്തുകൊണ്ടും നല്ല ഉത്തമമായ ഒരു അമ്മ തന്നെ ആയിരുന്നു. ഓരോ സമയത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളുടെ ഓരോ വീഴ്ചകളിലും ഞങ്ങൾക്ക് അതിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരിഞ്ഞ് മുന്നേറി വരണം എന്നൊക്കെ പറഞ്ഞു തരികയും ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ജനലടച്ചിട്ടേ പോകാവൂ, കഥ പൂട്ടിയിട്ടേ പോകൂ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു വഴികാട്ടിയായിരുന്നു അമ്മ. അമ്മയെ ഞങ്ങൾ ഈ സമയത്ത് മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ ലഗേജുകൾ ചിലർ 1ഉം 2ഉം ലഗേജ് അറ്റ് എ ടൈം എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയം ആ സ്ഥലം ഒക്കെ മിസ് ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ അവിടുത്തെ ചക്കിപ്പൂച്ചയാണ്. ഈ പൂച്ചയ്ക്ക് പല പേരുകളുണ്ട്. പല കൂട്ടുകാരും പല പേരിലാണ് വിളിക്കുന്നത്. അവനും വിഷമമായി ഞങ്ങൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ വിട്ട് പോവുകയാണ്. അപ്പം അഖില പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒരമ്മയുടെ ഒരു വിങ്ങലും സ്നേഹവും ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പോകുന്നവരെയും ഞങ്ങളെ നോക്കി നിന്ന് ഞങ്ങൾ വണ്ടി എടുക്കുന്നതിന് വരെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ പാലവും അതുപോലെ തന്നെ പല പല കടകളും ഒക്കെ കടന്ന് ഞങ്ങൾ കോട്ടയം നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഞങ്ങൾ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റും അതുപോലെ വഴിയോരത്തെ ഓരോ കടകളുമാണ്. നമ്മൾ വണ്ടിയിലിരുന്ന് ഓരോ കടകളും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓ, ഇവിടെയാണല്ലേ മലബാർ, അല്ല ഇവിടെയാണ് ജോയാലുക്കാസ്, ഇവിടെയാണ് ഈ കട. നമുക്കങ്ങനെ പലവിധമായ സന്തോഷങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ സംസാരിച്ചും മിണ്ടിയും പറഞ്ഞും ഉറങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇനി വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾ കോട്ടയത്തിന് ടാറ്റ പറഞ്ഞു.